വികലാംഗ എന്ന പേര് വിളിച്ച് സ്കൂളിൽ ടീച്ചർ കളിയാക്കിയപ്പോൾ ക്ലാസ്സിൽ അതിനുത്തരമായി ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായി പാസ്സായ ഒരു കുട്ടിയുടെ കഥയാണിത്. ടീച്ചർ ആവുക എന്ന സ്വപ്നം കണ്ട 68-ാം വയസ്സിലും ജീവിതത്തോട് ഒറ്റയ്ക്ക് പൊരുതുന്ന ഒരു സ്ത്രീയുടെ കഥ. നമസ്കാരം, ഐ എം സനീഷ് ഭാസ്കരൻ ആൻഡ് ദിസ് ഇസ് എ സ്റ്റോറി ഓഫ് രത്നം ടീച്ചർ. 1957 മാർച്ച് 28 തൃശ്ശൂരിൽ നടത്തറയിൽ ജനിച്ച രത്നം 2.5 വയസ്സിൽ ഒരു കൈപ്പേറിയ സത്യം തിരിച്ചറിഞ്ഞു. തന്റെ ഇടതുകാലം കൊണ്ട് ഇനി നടക്കാൻ സാധിക്കില്ലെന്ന്. പോളിയോ ആയിരുന്നു കാരണം. ചെറുപ്പത്തില് എൻ്റെ അമ്മയാണ് എന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോയിരുന്നത്. പഠിക്കാൻ എനിക്ക് വളരെ താല്പര്യമായിരുന്നു. ഒരു ടീച്ചർ ആവുക എന്നുള്ളതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. പഠിക്കാൻ മിടുക്കിയായ രത്നം മുന്നോട്ട് തന്നെ നടന്നു. ഫസ്റ്റ് ക്ലാസ്സോടെ BSc ബോട്ടണിയും BEdും പാസ്സായി. ഉറ്റ സുഹൃത്തായ രാജന് വിവാഹം കഴിച്ചു. ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകി. അപ്പോഴും നടക്കാതെ പോയ സ്വപ്നത്തിന്റെ പുറകെ തന്നെയായിരുന്നു രത്നം. ഒരു ടീച്ചർ ആവുമെന്ന സ്വപ്നം. വികലാംഗത കാരണം പ്രൈവറ്റ് സ്കൂളുകൾ പോലും ജോലി തരില്ല എന്ന് പറഞ്ഞപ്പോൾ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കായി 1985 ട്യൂഷൻ തുടങ്ങി. 14 വർഷങ്ങൾക്ക് ശേഷം രാമവർമ്മപുരം ജുവനൈൽ ഹോമിൽ ടെമ്പററി വേക്കൻസിയിൽ പ്രൈമറി ടീച്ചറായി. ഭിന്നശേഷിക്കാരിയായ എനിക്ക് അവർക്കുള്ള ആനുകൂല്യങ്ങളും അവകാശങ്ങളും എന്തെല്ലാമാണെന്ന് വ്യക്തമായി അറിയാം. പക്ഷെ പലപ്പോഴും അത് ലഭിക്കാറില്ല. അതിനൊരു മാറ്റമാണ് ഞാൻ ആഗ്രഹിച്ചത്. അതിനുവേണ്ടിയാണ് ഞാൻ സമരം ചെയ്യാൻ തീരുമാനിച്ചത്. രത്നത്തിന് കൂട്ടായി 100 കണക്കിന് അഭ്യസ്ത വിദ്യരായ ഭിന്നശേഷിക്കാർ വന്നു. തിരുവനന്തപുരത്ത് മാസങ്ങൾ നീണ്ട സമരവും ആരംഭിച്ചു. അവകാശപ്പെട്ട നിയമം നടപ്പിലാക്കാൻ ഒടുവിൽ രത്നം ജയിച്ചു. അങ്ങനെ 2002 തന്റെ 45-ാം വയസ്സിൽ രത്നം സർക്കാർ ജോലിയിൽ കയറി. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രൈമറി ടീച്ചറായി. സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ ഏറ്റവും നല്ല സർക്കാർ ജീവനക്കാരിക്കുള്ള അവാർഡ് 2011 രത്നം കരസ്ഥമാക്കി. 2014 കാലിക്കറ്റ് സർവകലാശാലയുടെ ഗോൾഡൻ മദർ അവാർഡും കിട്ടി. താന്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2013 മാർച്ചിലാണ് രത്നം ടീച്ചർ റിട്ടയർ ആയത്. വെറും 11 വർഷം മാത്രം സർക്കാർ ജോലി ചെയ്യാൻ വിധിച്ച രത്നം ടീച്ചർ ജീവിക്കുന്നത് ഇന്ന് ചെറിയൊരു പെൻഷൻ തുകയിൽ മാത്രമാണ്. വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് തന്നെ അർബുദം ബാധിച്ച് മാറിടം നീക്കേണ്ടി വരുന്ന രോഗികൾക്കായി ഉൽപ്പന്നങ്ങളും രത്നം തുന്നുന്നുണ്ട്. ജീവിത ചെലവ് കണ്ടെത്താൻ തനിക്കാവും വിധത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി നൽകിയും രത്നം ടീച്ചർ ഇന്നും പോരാടുകയാണ്. 68-ാം വയസ്സിൽ, അതും ഒറ്റയ്ക്ക്, ഒരു പരാതികളുമില്ലാതെ.